ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത രണ്ട് ടീമുകൾ തമ്മിലാണ് ഇന്ന് മത്സരിക്കുന്നത്. ഈ സീസണിൽ കളിച്ച 8 മത്സരങ്ങളിൽ നിന്ന് 2 വിജയങ്ങൾ മാത്രമാണ് ഈ രണ്ട് ടീമുകൾക്കും സ്വന്തമാക്കാനായത്. ഇവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷയും ഏറെക്കുറെ അസ്തമിച്ച അവസ്ഥയിലാണ്. ആ ഒരു പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ സിനാരിയോ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഈ മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും ജീവൻ മരണ പോരാട്ടമാണ്. അതായത് ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് ഉറപ്പിക്കണമെങ്കിൽ ഇനിയുള്ള 6 മത്സരങ്ങളും വിജയിക്കണം. ഇപ്പോൾ കേൾക്കുമ്പോൾ അസാധ്യമാണെന്ന് തോന്നാം. ഈ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ ഈ രണ്ട് ടീമുകളുടെയും കോച്ചുകൾ, അതായത് ഡാനിയൽ വെറ്റോറിയും സ്റ്റീഫൻ ഫ്ലെമിംഗും എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ 6 മത്സരങ്ങളിൽ 6 വിജയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏറെക്കുറെ അസാധ്യമാണെന്ന് തോന്നാം. എന്നാൽ കഴിഞ്ഞ സീസണിൽ ഇതേ ഒരു അവസ്ഥയിൽ നിന്ന് RCB പ്ലേ ഓഫിലേക്ക് കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അസാധ്യമായ കാര്യമല്ല. തങ്ങൾ മികച്ച രീതിയിൽ കളിച്ചാൽ 6 മത്സരങ്ങളും ജയിച്ച് പ്ലേ ഓഫിൽ എത്താനാവുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇരുവരും പങ്കുവച്ചത്. എന്നാൽ ഈ സീസണിൽ ഇവരുടെ പ്ലേയേഴ്സിന്റെ ഫോം നോക്കുമ്പോൾ ഇവർ പറയുന്ന അത്ര പോസിറ്റീവ് അല്ല കാര്യങ്ങൾ. നമുക്ക് ആദ്യം ഹോം ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം തന്നെ നോക്കാം. ഇവരുടെ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇന്റന്റ് ഇല്ലാത്ത ബാറ്റിംഗ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈദരാബാദിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റന്റ് കൂടിപ്പോയതിന്റെ പ്രശ്നമാണ്. ഇവിടെയാണെങ്കിൽ ഇന്റന്റ് ഇല്ല. അതാണ് ഈ രണ്ട് ടീമുകളും ഒരു എക്സ്ട്രീം ഓപ്പോസിറ്റിലാണ്. ഇവരുടെ പോയിന്റ് ടേബിളിലെ പൊസിഷന്റെ കാര്യത്തിൽ സാമ്യത ഉണ്ടെങ്കിലും അവരുടെ ഒരു അപ്രോച്ച് രണ്ടും രണ്ട് ധ്രുവത്തിലാണ്. ഒരു ടീമാണെങ്കിൽ ആ ഒരു ഹൈ സ്കോറിന് വേണ്ടിയുള്ള ഒരു ഇന്റന്റ് കാണിക്കുന്നേ ഇല്ല, മറ്റേ ടീമാണെങ്കിൽ ഓവറായിട്ട് കാണിച്ചുള്ള വിക്കറ്റുകളും കളഞ്ഞ് തിരികെ കയറി പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ രണ്ട് ടീമുകളും ഈ സീസണിൽ കളിക്കുന്നത്. CSKയുടെ കാര്യം പറയുമ്പോൾ ഞാൻ അവരുടെ ടീം റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇവർക്ക് പവർ ഹിറ്റേഴ്സ് ഇല്ല. ആകെപ്പാടുള്ള ഒരു പവർ ഹിറ്റർ എന്ന് പറയുന്നത് ശിവം ദുബെയാണ്. ശിവം ദുബെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഡെസിഗ്നേറ്റഡ് സ്പിൻ ഹിറ്റർ ആണ്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ സ്പിന്നിനെതിരെ ഒരു അറ്റ്ലീസ്റ്റ് 50 ബോളുകൾ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റിൽ 2ാം സ്ഥാനത്താണ് ശിവം ദുബെ. ഈ സീസണിൽ ദുബൈയുടെ സ്പിന്നെതിരെയുള്ള സ്ട്രൈക്ക് റേറ്റ് 115-ൽ താഴെയാണ്. ഇനി ആ ലിസ്റ്റിൽ ഒന്നാമനെ തേടി വേറെ പോകേണ്ട, അത് രവീന്ദ്ര ജഡേജയാണ്. രവീന്ദ്ര ജഡേജയുടെ അറൗണ്ട് 90 സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് സ്പിന്നിനെതിരെ നമ്മുടെ ജഡ്ഡു ഹിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കഴിഞ്ഞ സീസണിൽ സ്പിന്നിനെതിരെ ആ ഒരു കൊണ്ടുവന്ന ഒരു പവർ ഹിറ്റിംഗ് ദുബൈക്ക് കഴിയുന്നില്ല. ഇവരുടെ ടീമിൽ ഒരു ഇന്റന്റ് കണ്ടത്, അതായത് ഒരു ഹൈ സ്കോർ നേടണം എന്നുള്ള രീതിയിൽ ആ ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് ഞാൻ കണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ച 17-കാരനായ ആയുഷ് മാത്രമാണ്. അപ്പോൾ എന്തായാലും ആയുഷിന് ഈ മത്സരത്തിൽ ഒരു അവസരം കിട്ടും. ആയുഷ് ആ ഒരു വളരെ ചെറിയൊരു ഇന്നിങ്സ് ആണെങ്കിൽ പോലും ബാക്കിയുള്ള CSK ബാറ്റേഴ്സ് കാണിക്കാത്ത ആ ഒരു സ്പാർക്ക്, ആ ഒരു അറ്റാക്കിംഗ് ഇന്റന്റ് കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചു. അതുപോലെ തന്നെ വാങ്കഡയിൽ വളരെ മനോഹരമായിട്ട് ഒരു ഷോർട്ട് സ്റ്റേയിൽ ആയുഷ് കളിക്കുകയും ചെയ്തു. പക്ഷെ അതുപോലെ ബാക്കിയുള്ള ബാറ്റേഴ്സിൽ നിന്നും ഇന്റന്റ് വരണം. ഇപ്പോൾ പവർ പ്ലേയിൽ വളരെ സ്ലോയിലാണ് നമ്മുടെ CSK സ്കോർ ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഈ അടുത്ത് ജയിച്ച മത്സരത്തിൽ മാത്രമാണ് മികച്ച രീതിയിൽ ഒപ്പോണന്റ് ടീമിനെക്കാട്ടിൽ നന്നായിട്ട് ഇവർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവരുടെ മിഡിൽ ഓർഡർ ആ മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടും അവർ ആ മത്സരം ജയിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് കഴിഞ്ഞ മത്സരത്തിലും പവർ പ്ലേ ഒരു ശോകമായി പോയി. അങ്ങനെ പവർ പ്ലേ മോശമായി കഴിഞ്ഞാൽ മിഡിൽ ഓവേഴ്സിൽ ആ ഒരു റൺ റേറ്റ് ഉയർത്താനും ഇവരുടെ ടീമിൽ ആരുമില്ല. പിന്നെ ഫിനിഷിംഗിൽ ധോണി തൻ്റെതായ വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബാറ്റിംഗ് പരിതാപകരമാണ്. അപ്പോൾ ഫ്ലെമിംഗ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം RCB ചെയ്തതുപോലെ ഒരു 6 മത്സരമൊക്കെ ജയിക്കണമെങ്കിൽ ഈ ഒരു യൂണിറ്റ് ക്ലിക്ക് ആവണം. ഇനി ബോളിംഗിലേക്ക് വന്നാൽ അവിടെയുണ്ട് പ്രശ്നം. ഇപ്പോൾ അവരുടെ പുതിയ റിക്രൂട്ട്സിൽ നൂർ അഹമ്മദ് മാത്രമാണ് കൺസിസ്റ്റന്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നത്. പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഖലീൽ അഹമ്മദ് ഏറെക്കുറെ ഓക്കെയാണ്. ബാക്കി ആരിൽ നിന്നും ആ ഒരു നല്ല പെർഫോമൻസ് കിട്ടിയിട്ടില്ല. പിന്നെ അശ്വിൻ കഴിഞ്ഞ മത്സരത്തിൽ ഭേദപ്പെട്ട രീതിയിൽ 4 ഓവറിൽ 25 റൺസ് മാത്രമേ കൊടുത്തുള്ളൂ. ഭേദപ്പെട്ട രീതിയിൽ എറിഞ്ഞെങ്കിലും വിക്കറ്റ് എടുക്കാനായില്ല. അപ്പോൾ നൂർ അഹമ്മദും പിന്നെ ഒരു പരിധിവരെ ഖലീൽ അഹമ്മദും മാത്രമാണ് ബോളിംഗിൽ അങ്ങോട്ട് ഒരു ഇംപ്രസീവായിട്ട് തോന്നിയത്. പിന്നീട് പതിരാന അവരുടെ ഡെസിഗ്നേറ്റഡ് ഡെത്ത് ബോളറാണ്. കഴിഞ്ഞ മത്സരത്തിൽ അടികൊണ്ടു. അപ്പോൾ ചില മത്സരങ്ങളിലൊക്കെ ഡെത്ത് ഓവേഴ്സിൽ നന്നായിട്ട് എറിയുന്നുണ്ടെങ്കിലും ഇൻ ടോട്ടൽ നല്ലൊരു കോൺട്രിബ്യൂഷൻ വരുന്നില്ല. അപ്പോൾ ഇവരുടെ ബെഞ്ചിൽ നഥാൻ എല്ലിസ് ഉണ്ട്. എല്ലിസിന് ഒരു അവസരം കൊടുക്കുമോ എന്നറിയില്ല. പിന്നീട് ഇവരുടെ ടീമിൽ ഇനി ഒരു പോസ്റ്റ് ഇനോട്ട് വരാൻ സാധ്യതയുള്ളത് ഡിവാൾ ബ്രെവിസ് ആണ്. അപ്പോൾ ഒരു മാച്ച് സിമുലേഷൻ നടന്നപ്പോൾ ബ്രെവിസ് 4ാം നമ്പറിലാണ് ബാറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിലും ബ്രെവിസ് ചിലപ്പോൾ 4ാം നമ്പറിൽ ബാറ്റ് ചെയ്തേക്കാം. ബ്രെവിസ് നമ്മുടെ SI T20 നല്ല ഫോമിൽ കളിച്ച പ്ലെയർ ആണ്. അപ്പോൾ ബ്രെവിസിന്റെ ഇൻക്ലൂഷൻ അവർ ഈ മിഡിൽ ഓവറിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയെങ്കിലും പരിഹാരമാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി നമ്മൾ സൺറൈസേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അനായാസം 250-നടുത്ത് സ്കോർ ചെയ്ത് പലതവണ സ്കോർ ചെയ്തുകൊണ്ടിരുന്ന ടീമാണ്. ഈ സീസൺ വന്നപ്പോൾ അതിൽ ഒരാളോട് അഡീഷണൽ ആയിട്ട് വന്നു. ഇഷാൻ കിഷനെയും കൂടെ അവർ ആഡ് ചെയ്ത് ആ ഒരു ടോപ്പ് ഹെവി ബാറ്റിംഗ് യൂണിറ്റ് ഉണ്ടല്ലോ, ആ ഒരു സ്ട്രോങ് ബാറ്റിംഗ് യൂണിറ്റ് ഒന്നുകൂടെ ശക്തിപ്പെടുത്തുകയാണ് അവർ ചെയ്തത്. പക്ഷേ ഈ സീസണിൽ അവർ സക്സസ് ആയതിനേക്കാൾ കൂടുതൽ തവണ ഫെയിൽ ആവുകയാണ് ചെയ്തത്. ഇപ്പം നല്ല ബാറ്റിംഗ് കണ്ടീഷൻസ് കിട്ടിയിട്ട് പോലും പല മത്സരങ്ങളിലും അവർക്ക് 200 കടക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ 2 മത്സരങ്ങളിൽ നന്നായിട്ട് കളിച്ചു. ഒന്ന് പഞ്ചാബിനെതിരെ, ഒന്ന് രാജസ്ഥാനെതിരെ. ആ 2 മത്സരങ്ങളും അവർ ജയിക്കുകയും ചെയ്തു. അല്ലാതെ ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം ഇവരുടെ ബാറ്റിംഗ് യൂണിറ്റ് ഫ്ലോപ്പ് ആവുകയാണ് ഉണ്ടായത്. അപ്പോൾ മിഡിൽ ഓർഡറും ഇപ്പം ഈ ഒരു ടോപ്പ് ഓർഡർ ഉണ്ടാക്കുന്ന ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാനായിട്ട് മിഡിൽ ഓർഡറിന് കഴിഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ക്ലാസൻ ഫോമിലേക്ക് വന്നത് ഇവർക്കൊരു പോസിറ്റീവ് നോട്ടാണ്. പിന്നെ ഈ സീസണിൽ അവരുടെ ടോപ്പ് സ്കോററും ക്ലാസൻ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള നിതീഷ് റെഡ്ഡിയൊക്കെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞൊരു റിവ്യൂ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഹൊറർ സീസൺ ആണ് നിതീഷ് റെഡ്ഡിക്ക്. അതായത് സ്ട്രൈക്ക് റേറ്റ് നോക്കിയാൽ അറൗണ്ട് 110 ഉള്ളൂ, ആവറേജും ഇല്ല. ഇപ്പോൾ നിതീഷ് റെഡ്ഡിയെ പോലത്തെ പ്ലെയറിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കോൺട്രിബ്യൂഷൻ പുള്ളിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ബോളിംഗ് ആണെങ്കിൽ അവർക്ക് സ്ഥിരം കഴിഞ്ഞ വർഷം തൊട്ടുള്ള ഇഷ്യൂ ആണ്
ഈ വർഷം അത് തുടരുന്നു. ഇപ്പോൾ ബോളിംഗ് ആവറേജ് നോക്കിയാലും ഇക്കോണമി നോക്കിയാലും നമ്പർ ഓഫ് വിക്കറ്റ്സ്, എടുത്ത വിക്കറ്റുകളുടെ എണ്ണം നോക്കിയാലും എല്ലാം ഇവർ പുറകിലാണ്. അപ്പോൾ ബോളിംഗിൽ ഇവർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ പലവട്ടം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഇവർ ജയിക്കണമെങ്കിൽ അവരുടെ ബാറ്റിംഗ് ക്ലിക്ക് ആവണം. ഇപ്പൊ ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ അവരൊരു നല്ല തുടക്കം കിട്ടിയാൽ അതിനനുസരിച്ച് പിന്നെ മുന്നോട്ട് പോകാനുള്ള ബാറ്റിംഗ് ഓർഡർ ഇവർക്കുണ്ട്. അവർ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ബാറ്റിംഗ് ഓർഡർ മൊത്തത്തിൽ ഫെയിൽ ആവുന്നതാണ് കണ്ടത്. കഴിഞ്ഞ മത്സരത്തിൽ ക്ലാസിന്റെ ഒരു നല്ല ഇന്നിംഗ്സ് കൊണ്ടാണ് ഒരു റെസ്പെക്റ്റബിൾ, ഒരു അല്പമെങ്കിലും മാന്യമായ ഒരു ടോട്ടൽ എത്തിയത്. അല്ലെങ്കിൽ ചിലപ്പോൾ 100 താഴെ ഓൾ ഔട്ട് ആയി പോയനെ. ഇഷാൻ കിഷൻ ആണെങ്കിൽ ആദ്യത്തെ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം പിന്നീട് നല്ലൊരു ഇന്നിംഗ്സ് വന്നിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ വിക്കറ്റ് അല്ലായിരുന്നു, എന്നിട്ടും വിക്കറ്റ് ആണെന്ന് വിചാരിച്ച് ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അവരുടെ ടീമിൽ നിരവധി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ രണ്ട് ടീമുകളും ഫോമിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ടീമുകളാണ്. ഇന്ന് ആര് തോൽക്കുന്നുവോ ആ ടീം ഈ സീസണിൽ നിന്ന് തന്നെ പുറത്തായെന്ന് പറയാം. ഇനി പിച്ച് കണ്ടീഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ കളി നടക്കുന്നത് ചെപ്പോക്കിലാണ്. ചെപ്പോക്കിൽ ഈ സീസണിൽ വീണ 40 വിക്കറ്റുകളിൽ 27 വിക്കറ്റുകളും എടുത്തിരിക്കുന്നത് സ്പിന്നേഴ്സാണ്. സാധാരണയായിട്ട് ഇങ്ങനൊരു കണക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് CSK നല്ല ഡോമിനേറ്റിംഗ് ആയിട്ട് ഹോമിൽ ജയിച്ചു എന്നാണ്. പക്ഷേ ഈ സീസണിൽ അതല്ല സ്ഥിതി. കാരണം ഇവരുടെ ഒരു സ്പിൻ ഹെവി അറ്റാക്കാണ്. നൂർ അഹമ്മദ്, അശ്വിൻ, ജഡേജ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ബാറ്റേഴ്സ് സ്പിന്നിനെതിരെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു. അപ്പോൾ KKR ആയിട്ടുള്ള മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു വളരെ ചെറിയ സ്കോറിൽ ഇവർ ചെപ്പോക്കിൽ ഓൾ ഔട്ട് ആവുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ബാറ്റേഴ്സും സ്പിന്നെതിരെ സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ചെപ്പോക്കിൽ ആ ഒരു സ്പിന്നിന് അനുകൂലമായ പിച്ച് അവർക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ഇവർക്ക് നേരെ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മൾ ബോൾ ചെയ്താൽ മാത്രം പോരല്ലോ, അപ്പം ബാറ്റിംഗ് കൂടെ ചെയ്യണമല്ലോ. ഇപ്പം നല്ല സ്പിന്നേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്പിന്നെ കളിക്കാൻ അറിയാവുന്ന ബാറ്റേഴ്സ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പിൻ പിച്ച് ഉണ്ടാക്കുമ്പോൾ അതിന്റെ റിസൾട്ട് നേരെ വിപരീത ദിശയിൽ വരും. അപ്പൊ അത് തന്നെയാണ് CSKക്ക് സംഭവിക്കുന്നത്. എന്തായാലും നമുക്കൊരു 200+ ടോട്ടലൊന്നും അങ്ങനെ ചെപ്പോക്കിൽ സ്ഥിരം പ്രതീക്ഷിക്കാനാവില്ല. സ്പിന്നിനെ തുടങ്ങുന്ന ഒരു പിച്ച് തന്നെ ആയിരിക്കും. പിന്നെ SRHനെ സംബന്ധിച്ച് സ്പിൻ അറ്റാക്ക് വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ CSKയുടെ സ്പിൻ അറ്റാക്ക് ആണ് നല്ലത്. അതുകൊണ്ട് തന്നെ ഒരു സ്പിന്നെ തുണയ്ക്കുന്ന പിച്ച് തന്നെ വരാനാണ് സാധ്യത. ഇനിയും പ്രഡിക്റ്റഡ് പ്ലേയിങ് ടൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ CSKയുടെ കാര്യത്തിൽ നമുക്ക് കാര്യമായിട്ട് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ യുവതാരങ്ങൾക്ക് ചാൻസ് കൊടുക്കുമെന്ന് ഈ അടുത്ത് നടന്ന പ്രസ് കോൺഫറൻസുകളിലൊക്കെ പറഞ്ഞു. അപ്പോൾ ആരൊക്കെ വരും, അതായത് അവരുടെ ബെഞ്ചിൽ കുറേ യങ് പ്ലേയേഴ്സ് ഉണ്ട്, അവരാരെങ്കിലും വരുമോ എന്നുള്ള കാര്യം അറിയത്തില്ല. എന്തായാലും ബ്രെവിസിന് ഒരു ചാൻസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രെവിസ് 4ാം നമ്പറിലേക്ക് വരും. പിന്നെ കഴിഞ്ഞ മത്സരത്തിൽ CSKക്ക് വേണ്ടി നന്നായിട്ട് കളിച്ച ആയുഷ് എന്തായാലും ഈ മത്സരത്തിൽ ടീമിലുണ്ടാവും. CSKയുടെ ഹൈ പെർഫോമൻസ് അക്കാദമിയിൽ അവരുടെ യങ് പ്ലേയേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടൊരു മാച്ച് സിമുലേഷൻ ഒക്കെ നടന്നിരുന്നു. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് പെർഫോം ചെയ്ത ആരെങ്കിലും ടീമിൽ കൊണ്ടുവരുമോ എന്നും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. ഇനി സൺറൈസേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെപ്പോക്ക് സ്പിന്നെ തുടങ്ങുന്ന പിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എക്സ്ട്രാ സ്പിന്നറിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവരുടെ ബെഞ്ചിൽ രാഹുൽ ചഹാർ ഉണ്ട്. രാഹുൽ ചഹാറിന് ചെപ്പോക്കിലെ നല്ല റെക്കോർഡാണുള്ളത്. ശിവം ദുബൈക്കും രവീന്ദ്ര ജഡേജയ്ക്കും എതിരെ ഒരു നല്ല റെക്കോർഡുള്ള സ്ഥിതിക്ക് അവർ ഒരു പേസറിന് പകരം നമ്മുടെ രാഹുൽ ചഹാറിനെ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ചഹർ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഉള്ളത് കാമിന്ദു മെൻഡിസ് ആണ്. എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ചെപ്പോക്കിൽ നല്ലൊരു റെക്കോർഡുള്ള സ്ഥിതിക്ക് രാഹുൽ ചഹാറിനെ തന്നെ ടീമിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി കാമിന്ദു മെൻഡിസിനെ ഒരു ബാറ്റിംഗ് കൂടെ നോക്കിയിട്ട് ഇനി മെൻഡിസിനെയാണോ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി പ്ലേയേഴ്സ് ടു വാച്ച് ഔട്ട് ഫോർ. ഇവിടെ ഞാൻ CSK നിരയിൽ നിന്ന് പറയുന്നത് ആയുഷ് മാത്രമേ. ഇപ്പോൾ അതിനുള്ള റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ വളരെ നന്നായിട്ട് ഒരു ഷോർട്ട് സ്റ്റേയിൽ വളരെ ഇംപ്രസീവ് ആയിട്ടൊരു ഷോർട്ട് കമിയോ റോളാണ് നമ്മുടെ ആയുഷ് പ്ലേ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ആയുഷ് എങ്ങനെയാണ് കളിക്കുന്നതെന്ന് അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ചെപ്പോക്കിലെ ആയുഷിന്റെ ആദ്യത്തെ മത്സരമാണ്. അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ചൊരു ബ്ലിറ്റ്സ്, അപ്പോൾ പവർ പ്ലേയിൽ കൊണ്ടുവന്ന ഒരു അറ്റാക്കിംഗ് ഇന്റന്റോടെ ഇവിടെയും കളിക്കാൻ കഴിയുമോ എന്ന് ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് MS ധോണി. MS ധോണിയുടെ പേര് പറയാൻ കാരണം MS ധോണിയുടെ 400ാമത്തെ T20 മത്സരമാണ് ഇന്നത്തേത്. ഈ മത്സരത്തിൽ തന്റെ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ, പ്രത്യേകിച്ച് ആ ഒരു ഫോമിനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന തന്റെ ടീമിനെ, ആ ഒരു ഗ്രൂപ്പിനെ മാർഷൽ ചെയ്തിട്ട് വിജയത്തിലേക്ക് നയിക്കാൻ ധോണി കഴിയുമോ എന്നതും ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ സൺറൈസേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈൻറിച്ച് ക്ലാസൻ. ഇപ്പോൾ ക്ലാസൻ കഴിഞ്ഞ മത്സരത്തിൽ നന്നായിട്ട് കളിച്ചു. ആ ഒരു ഫോം ക്ലാസിന് ഇന്നും കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ, പ്രത്യേകിച്ച് ഒരു സ്പിന്നെ തുണയ്ക്കുന്ന പിച്ചിൽ ക്ലാസിന് ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ എന്നും ഞാൻ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്നത്തെ മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക? ചെന്നൈ സൂപ്പർ കിങ്സോ അതോ സൺറൈസേഴ്സ് ഹൈദരാബാദോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.